ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്ന് ശമൂവേൽ ബാലനെക്കുറിച്ച് 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 7 വിഷയങ്ങൾ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നാം ചിന്തിച്ച് കഴിഞ്ഞു. ഇന്ന് നാം ശമൂവേൽ ബാലനെക്കുറിച്ച് ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 3-ാം അധ്യായത്തിൽ നിന്നുള്ള 8-ാമത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് ശ്രദ്ധിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 42-ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നാം 18-ാം വാക്യം 3-ാം അധ്യായം ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അങ്ങനെ ശമൂവേൽ സകലവും ഏലിയെ അറിയിച്ചു, ഒന്നും മറച്ചില്ല. ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നത് സ്വർഗ്ഗത്തിലെ ദൈവം തന്നോട് അറിയിച്ചത് ശമൂവേൽ ഏലിയോട് പറയുന്ന ചരിത്രമാണ്. അങ്ങനെ ശമൂവേൽ സകലവും അവനെ അറിയിച്ചു, ഒന്നും മറച്ചില്ല. വാസ്തവത്തിൽ എന്താണ് ശമൂവേൽ ഏലിയെ അറിയിച്ചത്? അത് ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടിൽ ഒന്നും മറച്ചു വയ്ക്കാതെ ദൈവം എന്ത് തന്നോട് പറഞ്ഞുവോ അത് ഏലി ചോദിച്ചപ്പോൾ അതേപടി പറയുന്ന ശമൂവേലിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അർത്ഥാൽ ദൈവം തന്നോട് അറിയിച്ചത് വിശ്വസ്തയോടെ ഏലിയെ അറിയിച്ചവനായി 8-ാമത്തെ വിഷയമായി നമുക്ക് ശമൂവേലിനെ കുറിച്ച് 3-ാം അധ്യായത്തിൽ നിന്ന് ചിന്തിക്കുവാൻ കഴിയും. വാസ്തവത്തിൽ ദൈവം അറിയിച്ചത് ഏലിയുടെ പുത്രന്മാരുടെ പാപങ്ങൾ നിമിത്തം അവരുടെ കുടുംബത്തിൽ വരുവാൻ പോകുന്ന വലിയ ന്യായവിധിയെക്കുറിച്ചിട്ടാണ്. വാസ്തവത്തിൽ ഞാനിങ്ങനെ ഓർമ്മപ്പെടുത്തട്ടെ, ഇത് അറിയിക്കുന്നത് ഒട്ടും സുഖകരമായിട്ടുള്ള പരിപാടിയല്ല. വാസ്തവത്തിൽ ദൈവം പറഞ്ഞത് അതേപോലെ തന്നെ അറിയിക്കുവാൻ ഏറെ വിശ്വസ്തത ആവശ്യമുണ്ട്, ആത്മീയ ധൈര്യം ആവശ്യമുണ്ട്, ദൈവത്തോടുള്ള ആത്മാർത്ഥത വളരെ അനിവാര്യമായിട്ടുള്ള വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം തൻ്റെ ദാസന്മാരിൽ നിന്ന്, തൻ്റെ മക്കളിൽ നിന്ന് വളരെ വ്യക്തമായി ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയും വിശ്വസ്തതയും എല്ലാം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് അവനോട് അറിയിക്കാൻ പറയുന്നത് എങ്ങനെ അറിയിക്കണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് ഇവിടെ ശമൂവേൽ ചെയ്തതിനെ കാണുവാൻ കഴിയുന്നുണ്ട്. തനിക്ക് എന്തു ഭവിക്കുമെന്നോ അല്ലെങ്കിൽ തന്നെ ഏലി എന്തു പറയുമെന്നോ ഇതൊന്നും അവൻ ചിന്തിച്ചില്ല. മറിച്ച് ദൈവസന്നിധിയിൽ ഏറെ സത്യസന്ധമായിട്ട് വിശ്വസ്തയോടെ ഏലിയോട് പറയുവാൻ കർത്താവ് പറഞ്ഞത് അവൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തോടുള്ള ഏറ്റവും വലിയ മനുഷ്യൻ്റെ എതിർപ്പ് എന്താണ്? സുവിശേഷത്തോടുള്ള മനുഷ്യൻ്റെ എതിർപ്പെന്ന് പറയുന്നത് വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് മറച്ചു വയ്ക്കാതെ പറയുന്നതും യേശുക്രിസ്തു മാത്രമാണ് ഏകരക്ഷിതാവെന്നും കർത്താവെന്നും പറയുന്നതാണ്. ക്രിസ്തുവിലൂടെ മാത്രമാണ് മനുഷ്യൻ്റെ ആത്മരക്ഷയെന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ അത് സുവിശേഷത്തിന് എതിർപ്പുളവാക്കുന്ന വസ്തുതയായിട്ട് മനുഷ്യരുടെയിൽ അത് നിൽക്കുക തന്നെ ചെയ്യും. അത് പറയുന്ന ആളോട് അനേക ആളുകൾക്ക് വിദ്വേഷമുണ്ടാകും. എന്നാൽ എന്തു തന്നെ ഭവിച്ചാലും വ്യക്തമായ സുവിശേഷം വിശുദ്ധ തിരുവെഴുത്തിൽ പറയുന്നത് കൊണ്ട് അത് അറിയിക്കാതിരിപ്പാൻ ഒരു ഉത്തമ ദൈവ പൈതലിന്, ഒരു ദൈവഭൃത്യന് സാധിക്കുകയില്ല. നമുക്ക് വിശ്വാസികളുടെ ഇടയിലുള്ള ശുശ്രൂഷയാണെങ്കിൽ തന്നെയും ഇത് വളരെ വ്യക്തമായി ചെയ്യേണ്ടുന്നതാണ്. മനുഷ്യൻ എന്ത് ചിന്തിക്കും എന്നതിനെ ആശ്രയിച്ചല്ല ഒരു കർത്താവിൻ്റെ ദാസൻ ശുശ്രൂഷിക്കേണ്ടത്. മറിച്ച് മനുഷ്യൻ
മനുഷ്യന് ഹിതമോ അഹിതമോ ആകട്ടെ, സ്വർഗത്തിലെ ദൈവം വിശുദ്ധ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മോട് പറയുവാൻ തന്നിട്ടുള്ള ദൈവത്തിൻ്റെ സന്ദേശം അത് അതേപടി അങ്ങനെ തന്നെ മറയില്ലാതെ പറയുവാൻ നാം വിളിക്കപ്പെട്ടവരാണ് എന്ന് കർത്താവിൻ്റെ ശുശ്രൂഷകന്മാരെ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ഒരു ദൈവദാസനായ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുകയാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും, ഒരുത്തൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാടാണ് അവൻ പ്രസംഗിക്കുന്നത്. അർത്ഥാൽ അവൻ്റെ ആശയങ്ങളല്ല, അവൻ്റെ എന്തെങ്കിലും മാനുഷികമായിട്ടുള്ള കാര്യങ്ങളല്ല, മറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം പറഞ്ഞിട്ടുള്ള മാറ്റമില്ലാത്ത അരുളപ്പാടുകളെ വ്യക്തമായ നിലയിൽ ജനത്തോട് വിളിച്ചു പറയുന്നവനാണ് കർത്താവിനാൽ ആക്കി വയ്ക്കപ്പെടുന്ന ഒരു ദൈവഭൃത്യൻ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതിന് എന്തെല്ലാം പ്രതികൂലങ്ങൾ വരും എന്ന് ആലോചിക്കേണ്ടതില്ല. കർത്താവ് പറഞ്ഞതാണെങ്കിൽ അത് നിശ്ചയമായിട്ടും പറയുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒരുപക്ഷെ മാനുഷികമായി നാം ഏറെ പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നാൽ പോലും കർത്താവ് പറയാൻ പറഞ്ഞിട്ടുള്ളത് വ്യക്തമായി പറയുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ശമൂവേൽ ബാലനെ സംബന്ധിച്ച് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഏലിയോട് പറയാനുണ്ടായിരുന്നത് ഏറെ കഠിനമായിട്ടുള്ള ന്യായവിധിയുടെ സന്ദേശമാണ്. എന്നാൽ ദൈവവചനം എന്താണ് രേഖപ്പെടുത്തിയത്? അങ്ങനെ ശമൂവേൽ സകലവും, അതായത് കർത്താവ് തന്നോട് പറഞ്ഞ സകല വസ്തുതകളും ഏലിയെ അറിയിച്ചു, ഒന്നും മറച്ചില്ല. എത്ര പ്രാഗൽഭ്യത്തോടെയാണ് ഈ ശുശ്രൂഷ നിർവഹിക്കുന്നവനായിട്ട് ശമൂവേലിനെ നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവ പൈതലിനോട് ഞാൻ ചോദിക്കട്ടെ, കർത്താവ് ഏൽപ്പിച്ച സകലവും നിവർത്തിക്കുന്നുണ്ടോ? എന്നെ ശ്രദ്ധിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരോട് ഞാൻ ചോദിക്കട്ടെ, അങ്ങയെ കർത്താവ് ഏൽപ്പിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ വചനം ആരുടെയും മുഖം നോക്കാതെ, ആരോടും വിദ്വേഷമില്ലാതെ ശരിയായ നിലയിൽ ദൈവഹിതപ്രകാരം അങ്ങ് ജനത്തോട് അറിയിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ അങ്ങ് നിശ്ചയമായിട്ടും കുറ്റക്കാരനാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഈ കാര്യത്തിന് ഉത്തരവാദിത്വത്തോടെ നിൽക്കേണ്ടെന്നൊരു ദിവസമുണ്ട് എന്നുള്ളത് മറക്കരുത്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു വസ്തുത ഇതിനോട് ബന്ധപ്പെട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുക. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും ദൈവം തരുന്ന സന്ദേശം വ്യക്തമായി ഞാൻ പ്രഥമമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, അങ്ങ് പാപിയാണെങ്കിൽ, പാപത്തിന് പരിഹാരം വന്നിട്ടില്ലെങ്കിൽ നിശ്ചയമായിട്ടും നിത്യനരകത്തിലേക്കാണ് അങ്ങ് യാത്ര ചെയ്യുന്നത്. എന്നാൽ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചത് അങ്ങയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനാണ്. അവിടുന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനാണ്. ക്രിസ്തു എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മരിച്ചുവെന്നും യേശുക്രിസ്തു മാത്രമാണ് എൻ്റെ ഏകരക്ഷിതാവെന്നും കർത്താവെന്നും ദൈവമെന്നും അംഗീകരിക്കുമ്പോൾ, ഹൃദയത്തിലേക്ക് യേശുക്രിസ്തുവിനെ വിളിക്കുമ്പോൾ അങ്ങ് ഒരു ദൈവ പൈതലായിത്തീരും. ഇത് നിർബന്ധപൂർവമുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഈ കൽപ്പന അനുസരിക്കാതിരിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം നിത്യമായ നരകത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അതിന് മുഖം നോക്കി പറയുവാൻ സാധിക്കുന്നതല്ല. കർത്താവിൻ്റെ മുൻപാകെ ജീവിതത്തെ പരിശോധിച്ച് ഒരു ദൈവ പൈതലായി തീരുവാൻ, ദൈവ പൈതലായി തീർന്നിട്ടുള്ളവർ വിശുദ്ധിയിൽ ജീവിപ്പാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അങ്ങേ ധാരാളം സഹായിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.